മമ്മൂക്ക കണ്ടില്ലേ, ലാലേട്ടൻ മമ്മൂക്ക, അവർക്ക് എന്താ ഇങ്ങനെ ഇരിക്കാൻ കാരണം? അവര് അന്യായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അവരും ഞാനായിട്ട് അങ്ങനെയല്ല, കമ്പയറിന് കാര്യമല്ല, നമ്മൾ ഹെൽത്ത് നോക്കണം. നല്ല സ്കിന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, മധുരം കഴിക്കാൻ പാടില്ല, ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. ഞാൻ സ്റ്റേജിലുള്ളപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ ചിരിക്കുന്നു, നീ ചിരിക്കുന്നു, നിനക്കെന്താ അവനോടൊരു സൊക്കമാണ്? അതല്ല ഞാൻ ആലോചിക്കുന്നത്, എന്റെ കാര്യത്തിൽ എന്താ ശ്രദ്ധ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. കണ്ട, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ആളുകളുണ്ട്. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? അപ്പൊ നീ അവിടുന്ന് ക്രഷ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. മിണ്ടാതിരി. എന്തൊരു നാണോ? ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എന്തൊരു നാണോ? പെൺകുട്ടികളാവുമ്പോ ഇവ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല, നമ്മളത് അറിഞ്ഞ് പ്രവർത്തിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞ ഒന്നും പറയണ്ട, അന്വേഷിച്ചിട്ട് മിണ്ടാതിരിക്കും. ഞാനും അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ. നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? നിങ്ങൾ വേറെ സുഹൃത്തല്ലേ? ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. അതിലപ്പുറം ഒന്നുമില്ലല്ലോ. ഞാനൊരു റിപ്പോർട്ടർ. അതിലപ്പുറം ഞങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? മച്ചാ പോടാ സൈഡില് പോടാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. സൈഡാ പോടാ. സൈഡിലൂടെ വേറെ ഏതാത് ആടാ എല്ലാം അങ്ങനെ പേസ മുടിയുമാ? അച്ചുവേ, അതുപോലെ നിനക്കും വേണ്ടാടാ. ചേട്ടാ പാല് വേണോ? കുറച്ച് കൊടുക്കും. അയ്യോ, മണിയറിയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ, പാല് ഷെയർ ചെയ്യുന്നത്. ആ ബലാൽ എനിക്കൊരു പൊല്ലാപ്പാവുമല്ലോ. കുടിക്കേട്ടാ. ചേട്ടാ ഹെൽത്ത് ഞാനും കൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയാ. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. അയ്യേ അനു, നീ എന്തിനാ നിന്റെ പാല് കൊടുക്കുന്നത് അനീഷേട്ടന്? എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകും. നീ എന്താ ഒരു കണ്ടസ്റ്റന്റ് ആയി കളിക്കാൻ വന്നത്? അങ്ങനെയാളും പാല് പാല് പകുതി കുടിക്കുന്നത് ഈ ഫസ്റ്റ് നൈറ്റിനൊക്കെ കണ്ടിട്ടുണ്ട്. ക്രഷ് ആയെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് തുടങ്ങിയേക്കും ഇവളെ ഈ ഇളക്കം. മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ആയി. മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല, ആരും കാണില്ല. ഇവിടെ കയ്യടി കിട്ടുന്നത് 3ാം ക്ലാസ് കോപ്പറാട്ടി കാണിക്കുന്ന കോമാളിക്ക. കുടിച്ചോ? ഇനി ഞാൻ കഴിക്കുന്നതിന്റെ പകുതിയും ഞാൻ ചേട്ടൻ തരും. ചേട്ടന്റെ ഹെൽത്ത് നോക്കേണ്ടത് എന്റെയും കടമയാണ്.